ഇന്ന് നമ്മൾ ഇറങ്ങി പുറത്ത് പോയി ഒരു 50 പേരെ പരിചയപ്പെട്ടാൽ അതിനകത്ത് ഒരു നടനുണ്ടാവും. ആ ലെവലിലേക്ക് വന്നു. ഒരുപാട് ഓർക്കൊണ്ട് വരും, പ്രണയാഭ്യർത്ഥന വരും, അല്ലെങ്കിൽ നമ്പർ ചോദിച്ചു വരും, ഒക്കെ സംസാരിക്കും, ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മമ്മൂക്കായിട്ട് ഞാൻ ഭയങ്കര ബന്ധമായിരുന്നു ആ സമയത്ത്. മമ്മൂക്കാണുള്ള പ്രൊഡ്യൂസർ. നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു, വലിയ കാര്യമായിരുന്നു. ഇപ്പോഴും അതെ, ഇപ്പോഴും ഞാൻ നമുക്ക് വാട്സപ്പ് ചെയ്യും, മെസ്സേജ് അയക്കുമ്പോഴൊക്കെ മറുപടി ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത് അതെനിക്ക് വേണ്ട തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. സീരിയൽ കണ്ടിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ VCRലിട്ട് കാണുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് തന്നെ പരിചയപ്പെട്ട ശേഷം ഇത് പറയാൻ തുടങ്ങി. പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര മാനസിക വിഷമം, സംഘർഷം, ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. രണ്ടാമത് നമ്മുടെ ആദ്യത്തെ പ്രൊജക്ട് ഓൺ എയർ പോയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫെയിലിയർ ആയല്ലോ. അതിൻ്റെ ഭയങ്കര സങ്കടം നമുക്കുണ്ടായിരുന്നു. പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ സുകുമാരിയമ്മയൊക്കെ എത്ര വലിയ ഡയറക്ടർ, പക്ഷേ അവരിവിടെ വരുമ്പോൾ ഇവിടെ ടെലിവിഷനിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയുള്ള. ഇപ്പോൾ കണ്ണൂർ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഞാൻ ഇല്ല, ആര് പറഞ്ഞു ഇല്ലാന്ന്. ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു അടുത്ത ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഞാൻ കുറച്ച് എന്ത് പറ്റിയെന്ന് തിരിഞ്ഞപ്പം മമ്മൂക്ക തൊട്ടടുത്തിരിപ്പുണ്ട്, റെക്കോർഡ്സിൻ്റെ അടുത്തിരിപ്പുണ്ട്. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ആദ്യമാണ് ആ മനുഷ്യനെ കാണുന്നത്. ആരാ മാനേജറായിട്ട് പെർഫോം ചെയ്യുന്നത് ചോദിച്ചു മാധവൻകുട്ടി സാർ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു കേട്ടോ. കൈ കാണിച്ചിട്ട് ഇയാൾ കയറി അഭിനയിച്ചു. പുള്ളി കയറി അഭിനയിച്ചു. കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അതങ്ങോട്ട് തെറ്റിയിട്ടേ കുഴഞ്ഞു. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത് 92-ലാണ്. അന്ന് കുറച്ച് പ്രായം കുറവായിരുന്നു. മൊത്തത്തിലല്ല, എല്ലാം നീ പൊളിച്ച. 4 നൂറ്റാണ്ടോളം ഒരാളൊരു പ്രൊഫഷണൽ നിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിൽ അയാൾ കൊടുക്കുന്നൊരു ഡെഡിക്കേഷൻ, കൺസിസ്റ്റൻസി ഒക്കെ പ്രകടമാണ്. ഡോക്ടർ ഷാജു ശ്യാമാണ് എന്നോടൊപ്പം ചെയ്യുന്നത്. നമസ്കാരം. നമസ്കാരം. സീരിയലിന്റെ മുഖമായിട്ട് ഏകദേശം 4 നൂറ്റാണ്ട് കാലം, ഒരുപാട് പ്രായമൊക്കെ ആയ പോലെയൊക്കെ തോന്നും, പക്ഷെ അത്ര ഇല്ല. വളരെ കൊച്ചിലെ തുടങ്ങിയ പരിപാടി. ഞാൻ ആക്ച്വലി ഈ ചെറുതിലെ തുടങ്ങി. ചെറിയ ബാല്യം അങ്ങനെയല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റ് ചെയ്യുന്നത് 92-ലാണ്. അന്ന് കുറച്ച് പ്രായം കുറവായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് നമ്മളെ ഈ തൊഴിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഈ ടെലിവിഷൻ പരമ്പരകളൊന്നും അങ്ങനെ നമുക്കൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റുന്നൊരു കാലമല്ല. എന്നുവെച്ചാൽ വീക്കിലി വൺസ് ഒരു പ്രൊജക്റ്റിൽ അഭിനയിച്ചാൽ ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ ടെലികാസ്റ്റ് ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്കതൊരു പ്രൊഫഷനായിട്ട് ഇറങ്ങാൻ പറ്റാത്ത കാരണം വീട്ടിൽ നിന്നൊക്കെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ പഠിക്കാൻ പോയിട്ട് ഞാൻ 2000-ൽ തിരിച്ചു വന്ന ശേഷമാണ് രണ്ടാമത് അഭിനയിക്കാൻ തുടങ്ങുന്നത്. ജ്വാലയായി. അപ്പോൾ അവിടെ നിന്നാണ് ആദ്യം അഭിനയിക്കുന്ന ഇണക്കം മിണക്കം എന്ന് പറഞ്ഞിട്ടൊരു സീരിയലാണ്. അത് ഈ വീക്കിലി വൺസ് ആയിരുന്നു. പിന്നെ ഈ ജ്വാലയെ തുടങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ അതൊരു ഫുൾ ടൈം പ്രൊഫഷനായിട്ട് നമ്മൾ ചൂസ് ചെയ്തു. അത് പിന്നെ കഴിഞ്ഞ് ബാക്ക് ടു ബാക്ക് കുറേ പ്രൊജക്റ്റുകൾ ഇങ്ങനെ വന്നു. അങ്ങനെ പിന്നെ അങ്ങ് ടെലിവിഷനിൽ തിരക്കായി. ഈ അസാധ്യ ഫാൻ ഫോളോയിങ് ഉണ്ടായിരുന്ന ഒരു സമയം കൂടിയാണല്ലോ ഈ ജ്വാലയായി സീരീസ്. ഇപ്പോഴും അതിന്റെ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ പോലും ആളുകൾ അതിനകത്ത് കുറെ ഷെയർ ചെയ്യും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ ആരാധക വൃന്ദത്തിന്റെ ഒരു പ്രതികരണം? അവരെങ്ങനെ ഈ സ്നേഹം അറിയിച്ചിരുന്നത്? എന്തായിരുന്നു അതിന്റെ ഒരു റിപ്ലൈകൾ? അങ്ങനെ എങ്ങനെയായിരുന്നു കാര്യങ്ങൾ? അതായത് അത് മമ്മൂക്ക ആണ് അതിന്റെ പ്രൊഡ്യൂസറായിരുന്നു, അറിയാലോ. അപ്പോൾ ഓൾമോസ്റ്റ് സിനിമയിൽ അന്ന് സജീവമായിരുന്ന ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഒരുപാട് ആക്ടേഴ്സ് അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് സീനിയർ ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട്. അത്തരത്തിൽ തന്നെ അത് ഭയങ്കര ആ പ്രൊജക്ട് ഭയങ്കര ഹൈപ്പായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിനകത്ത് വയലാർ മാധവൻകുട്ടി സാറാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്. പുള്ളിയുടെ തന്നെ മറ്റൊരു പ്രൊജക്ട് ട്രെൻഡ്സിൻ്റെ VK പ്രകാശ് അന്ന് ടെലിവിഷൻ പുള്ളിക്ക് അന്ന് ടെലിവിഷൻ പരമ്പരകൾ കൂടെ ചെയ്യുന്ന സമയമാണ്. പുള്ളിക്കൊരു അങ്ങനെ ഒരു പ്രൊഡക്ഷൻ ഹൗസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊരു പ്രൊജക്റ്റിൽ എന്നെ ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് വിളിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഐശ്വര്യയായിരുന്നു ഹീറോയിൻ, നമ്മുടെ ലക്ഷ്മിയുടെ മകള്, ഇബ്രാഹിം കുട്ടി ഹീറോ. അപ്പോൾ 3 എണ്ണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനകത്ത് ചെറിയൊരു വേഷം ചെയ്യാൻ പോയതാണ്. അതായത് ചെറിയൊരു വേഷം എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ഓഫീസിനകത്ത് ഉള്ളൊരു മാനേജർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്ന് നിൽക്കുമ്പം റെഡി എന്ന് പറഞ്ഞപ്പോഴേക്കും ഈ മാനേജർക്ക് കുറച്ച് ഡയലോഗ്സ് ഉള്ള പോർഷനാണ്. അപ്പോൾ അവിടെ വന്ന് 3-4 പേര് അഭിനയിക്കാനൊക്കെ വന്നിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് പെട്ടെന്ന് ഈ ഡയലോഗ്സ് ഒക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ അതിനകത്ത് നമ്മുടെ കൂട്ടത്തിൽ വന്ന ഒരാൾ പെട്ടെന്ന് ആരാ മാനേജറായിട്ട് പെർഫോം ചെയ്യുന്നത് ചോദിച്ചു, മാധവൻകുട്ടി സാർ. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പറഞ്ഞു ഇങ്ങനെ കൈ കാണിച്ചു കേട്ടോ. കൈ കാണിച്ചിട്ട് ഇയാൾ കയറി അഭിനയിച്ചു. പുള്ളി കയറി അഭിനയിച്ചു. കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, അതങ്ങോട്ട് തെറ്റിയിട്ടേ കുഴഞ്ഞു. അപ്പോൾ 2-3 ടേക്കായി കുഴഞ്ഞ പുള്ളി അടുത്ത് വീണ്ടും. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു ഒരു ഇതായി. നമ്മളെ ഇനിയിപ്പം ഈ ആ വേഷം എന്ന് പറഞ്ഞാൽ ആ വേഷം എന്നിട്ട് നമ്മൾ വിളിക്കുന്നത്. മാനേജർ വേഷം വേറൊരാൾക്ക് ചെയ്യാൻ പറ്റിയല്ലോ. അത് ആ സമയത്ത് കൈമാറി. ആ സമയത്ത് പെട്ടെന്നൊരു സംഭവം ഈ അടുത്തുനിന്ന് 2 പേര്. അപ്പോൾ അങ്ങനെ ഒരു അബദ്ധം. അപ്പോൾ ഒന്നാമത് അത് വളരെ ചെറിയൊരു ക്യാരക്ടറായിരുന്നു. അപ്പം നമ്മൾ വേറൊരു പ്രൊജക്റ്റിൽ ഞാൻ അല്പം മോഹൻ എന്ന സീൽ കുറച്ച് നല്ല ക്യാരക്ടർ കൊണ്ടിരിക്കുക, മെയിൻ ലീഡ് കൊണ്ടിരിക്കുക.
അപ്പോൾ ഈ മാനേജർ പോസ്റ്റ് എന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു സാധനമാണല്ലോ ഇങ്ങനെ മനസ്സിലിങ്ങനെ ഒരു നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചോദിക്കുന്നു, ഇയാൾ കയറി പെർഫോം ചെയ്യുന്നു ശരിയാവുന്നില്ല. അപ്പോൾ അയാളെ മാറ്റിയിട്ട് അപ്പോൾ വേറൊരാൾ കയറി ചെയ്തു. രണ്ട് മൂന്ന് പേര് ചെയ്തിട്ട് തെറ്റി ശരിയാവുന്നില്ല. കാരണം ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഈ ഇബ്രാഹിമിന്റെ ക്യാരക്ടർ ഭയങ്കര ഇഷ്യൂ ഉണ്ടാക്കി. അപ്പോൾ ഈ ഐശ്വര്യയുടെ ക്യാരക്ടറെ സമാധാനിപ്പിക്കുന്ന ഒരു പോർഷനാണ്. അപ്പോൾ പുള്ളി മാധവൻകുട്ടി സാർ പെട്ടെന്ന് ചൂടായി. എന്താണിത് പെർഫോം ചെയ്യാൻ അറിയാത്ത കൊണ്ടുവരേണ്ടതൊക്കെ പറഞ്ഞ് പുള്ളിയും ചൂടായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ നിൽപ്പുണ്ട്. എനിക്കങ്ങനെ ഞാൻ ഇങ്ങനെ ആകെ ഒന്ന് വിഷണനായി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് എൻ്റെ മുഖത്തേക്ക് നിങ്ങൾ പിന്നെ അഭിനയിക്കാൻ വന്നത്. ഞാൻ പറഞ്ഞു അതെ ഡയലോഗ് പറയുമെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് വെച്ചാൽ ഞാൻ ഇത്രയും ടേക്ക് കഴിഞ്ഞപ്പോഴേ ഈ 3-4 ടേക്ക് കഴിഞ്ഞപ്പോൾ 8-10 ടേക്ക് കഴിഞ്ഞല്ലോ. ടേക്ക് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഡയലോഗ്സൊക്കെ കേട്ട് മനപ്പാടായി. അപ്പോൾ ഞാനിങ്ങനെ വിളിച്ച് ഫസ്റ്റ് ടേക്കിൽ പുള്ളി ഞാൻ ഒന്ന് റിഹേഴ്സലായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. കാരണം പുള്ളി ആകെ ഇറിറ്റേറ്റ് ആയിരിക്കും. റിഹേഴ്സലായിരുന്നു. അപ്പോൾ റിഹേഴ്സൽ ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഈ കസേരയിൽ വന്ന് ഇവർ വന്നിരിക്കുമ്പോൾ അവരോട് പറയണം പേടിക്കാനൊന്നുമില്ല, പുള്ളിയുടെ പേര് കടുവാന്നേ ഉള്ളൂ, പക്ഷെ പേടിക്കേണ്ട കാര്യം എന്തെങ്കിലും ഞാൻ പറഞ്ഞുതരാം, ചെറിയ കാര്യമുള്ളത് ഇങ്ങനെ സാധനമാണ്. അപ്പോൾ ഈ പറഞ്ഞവരൊക്കെ ഭയങ്കര ഫോർമലായിട്ട് പറഞ്ഞു. ഇപ്പം ഞാൻ എന്ന് വെച്ചാൽ ഇവർ വന്ന് ഇരുന്ന വഴിക്ക് റിഹേഴ്സൽ നിന്ന് ഞാൻ ഈ കസേര അങ്ങോട്ട് നീക്കി അവരെ എടുത്തിട്ട് അതേ പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ ടേക്ക് പോന്ന് പറയും സാർ. ഫസ്റ്റ് നമ്മളൊരു ഡയലോഗ് പറഞ്ഞപ്പോൾ തന്നെ പുള്ളിക്ക് പെട്ടെന്നൊരു സാധനം കിട്ടി. അപ്പം തന്നെ അങ്ങ് ടേക്ക് പോയി. ഒറ്റ ടേക്കിൽ ഓക്കെ ആയത്. ഓക്കെ ആയിട്ട് ഞാൻ അന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ രാത്രി എൻ്റെ കൺട്രോളിനെ വിളിച്ച് പറഞ്ഞു പിറ്റേന്ന് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞു ഷാജു നാളെ വർക്കില്ല കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്നൊന്ന് അതില്ല, നിങ്ങൾ സാറ് പറഞ്ഞു സാറിനെ ഒന്നൊന്ന് കാണാൻ പറയുന്നു. അങ്ങനെ ഞാൻ പോയി സാറിനെ കാണുന്നു. സാറ് പറഞ്ഞു ഇങ്ങനെ പുതിയൊരു പ്രൊജക്റ്റ് ഞാൻ മമ്മൂക്കാട് ചെയ്യുന്നുണ്ട്, അതിനകത്തൊരു നല്ല ക്യാരക്ടർ ഉണ്ട്, നിങ്ങൾക്കത് ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എന്നെ ഇതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് തന്നെ അലിയാർ സാർ അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ ഇതുപോലെ നമ്മളെ പറ്റിയിട്ട് പറഞ്ഞിട്ടുമുണ്ട് സാർ. അങ്ങനെയാണ് എനിക്ക് ആ പ്രോജക്റ്റിലേക്ക് എൻട്രി കിട്ടുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ തുടക്കത്തിലൊരു ഈ ഗർഭിണിയായ ഹീറോയിനെ വന്ന് കിട്ടുന്ന അത്ര ബുദ്ധിയില്ലാത്ത ഒരാളായിട്ടായിരുന്നു, ഒരു ടാപ്പിംഗ് തൊഴിലാളിയായിട്ടായിരുന്നു. ആ കഥാപാത്രം വന്നിട്ട് പെർഫോം ചെയ്ത് 2 എപ്പിസോഡ്സ് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഇമോഷൻ സെൻറ്റിമെൻറ്റ്സ് കിട്ടുന്ന ക്യാരക്ടറായിരുന്നു. പെട്ടെന്ന് അതും ആ ക്യാരക്ടർ വലുതായി. അപ്പോൾ സാറിന് ഭയങ്കര ഇഷ്ടമായി മാധവൻകുട്ടി സാറിന്. അങ്ങനെ ആ ക്യാരക്ടർ പിന്നെ ഭയങ്കര ഹീറോ ലെവലിലേക്ക് ആ ക്യാരക്ടർ വരുന്നു. അങ്ങനെയാണ് അതെങ്കിൽ പൊന്തി വരുന്നത്. അപ്പോൾ ഈ സമയത്ത് നേരത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ അബ്സല്യൂട്ട്ലി ഇല്ല, വാട്സപ്പ് ഇല്ല, മൊബൈൽ ഫോൺ തന്നെ വളരെ റെയർ ആയിട്ടുള്ള സമയം. അപ്പോൾ ഇല്ലെന്ന് വേണം പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെ ഉണ്ടായിരുന്ന പ്രിൻ്റ് മീഡിയയാണ്. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഇത്രയോളം പ്രിൻ്റുകൾ വെള്ളി നക്ഷത്രം ഞാനാ തുടങ്ങിയുള്ള വലിയ പത്രങ്ങളിലുള്ള പ്രിൻ്റ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ആക്വിസിഷൻ ആ പത്രങ്ങളിലാണ് ഈ സാധനം വരിക. നമ്മളെ പറ്റിയുള്ള റൈറ്റപ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഇൻ്റർവ്യൂസൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കണ്ട് അപ്പോൾ നമ്പറൊന്നും ആൾക്കാർക്ക് അറിയില്ല, അപ്പോൾ ഫേസ്ബുക്കൊന്നും ഇല്ല, അപ്പോൾ ഒരിക്കലും നമ്മളിലേക്ക് റീച്ച് ആവാൻ പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ ആൾക്കാർ പേരുമായിട്ട് ചിലപ്പോൾ കത്തെഴുതും. അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള പിന്നെ പുറത്തിറങ്ങുമ്പം പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ ഫംഗ്ഷൻ പോകുമ്പോൾ പരിചയപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള പരിചയം വെച്ചിട്ടാണ് എനിക്ക് അന്നത്തെ നമ്മളെ കുറച്ചൊക്കെ, ഒരുപാടൊന്നുമല്ല എന്നാലും ചിലപ്പോഴൊക്കെ വരുമായിരുന്നു. ഇപ്പം നെടുമങ്ങാടാന്ന് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം ഇവർക്ക് അഡ്രസ്സ് ചിലതിലൊക്കെ അഡ്രസ്സ് വരും, ചില അഡ്രസ്സ് ഇല്ലെങ്കിൽ പോലും ഒരു വെറും പേര് എഴുതിയിട്ട് ഡോക്ടർ ഷാജു സീരിയൽ ആക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിലപ്പോൾ അവർ കൊണ്ടുതരും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഫാൻസിന്റെ സാധനം ഒരു റെസിപ്രോക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണെങ്കിൽ അത് അത്തരം ക്യാരക്ടേഴ്സ് നമ്മൾ വേറൊരു ഇതിലേക്ക് ആയിരിക്കും റീച്ച് ആവുക. അന്നത്തെ റീച്ച് ഭയങ്കര കുറവായിരുന്നു. പക്ഷേ ആൾക്കാർക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ ഭയങ്കര അത് നമ്മളോടൊരു അപ്രീഷിയേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ പ്രോജക്ട്സ് വന്നു. അത് കഴിഞ്ഞിട്ട് കുറേ വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റി. ഞാൻ ഈ ആദ്യം മന്ദബുദ്ധിയായിട്ട് അഭിനയിക്കുന്നത്. ഇത്തിരി മന്ദബുദ്ധിയല്ല, കുറച്ചൊരു അതിലും വേണിച്ചേട്ടനായിരുന്നു 2 ഹീറോസിലും, ഗോപചേട്ടനും MR ഗോപകുമാറും വേണിച്ചേട്ടനും. അപ്പോൾ വേണിച്ചേട്ടനൊക്കെ ആ ക്യാരക്ടർ നമ്മൾ പിടിക്കാൻ പാടാം. ഈ മന്ദബുദ്ധി എന്ന് വെച്ചാൽ മന്ദബുദ്ധിയല്ല, എന്നാലും ഒരു ബുദ്ധി പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു നൂല് പോലെ സഞ്ചരിച്ചാലേ ആ ക്യാരക്ടർ നിൽക്കുള്ളൂ. അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം വെച്ചാൽ ആ ടെലികാസ്റ്റ് തുടങ്ങിയതിൻ്റെ അന്ന് രാത്രിയിൽ മാധവൻകുട്ടി സാറിനെ വിളിച്ച് പറഞ്ഞു, ഷാജു വേണിച്ചേട്ടൻ ഷാജുവിനെ പറ്റി അന്വേഷിച്ചിട്ടുണ്ടോ, വിളിക്കണമെന്ന് പറഞ്ഞ നമ്പർ വന്നു. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചാൽ മതി പുള്ളി. അങ്ങനെ ഞാൻ വിളിച്ചപ്പോൾ ആദ്യം എടുത്തില്ല. പിന്നെ രണ്ടാമത് വീണ്ടും ഞാൻ വിളിച്ചു. എടുത്തപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു സാർ ഞാനിങ്ങനെ ഡോക്ടർ ഷാജു എന്ന് പറഞ്ഞിട്ടൊരു ആക്ടറാണ് ഞാൻ പുള്ളി ആദ്യത്തെ റെസ്പോൺസാണ്. നിങ്ങൾ നന്നായിരിക്കുന്നു കേട്ടോ. ഞാൻ മാധവൻകുട്ടിയോട് പറഞ്ഞു, അത് ഞാൻ ആദ്യകാലങ്ങളിൽ ചെയ്ത ഒരു കഥാപാത്രത്തിൻ്റെ ഷെയ്ഡാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പിടിക്കാൻ. അപ്പോൾ നിങ്ങളത് കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്തു, നന്നായിട്ട് പോട്ടെ കേട്ടോ, എന്നിട്ട് പെട്ടെന്ന് വെക്കുകയും ചെയ്തു. അപ്പോൾ അത് ആ ക്യാരക്ടർ കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നത് MBBS സ്റ്റുഡൻ്റായിട്ട് സ്ത്രീജന്മത്തിലാണ്. അപ്പോൾ ഭയങ്കര കോൺട്രാസ്റ്റ്. അങ്ങനെ കുറേ വ്യത്യാസമുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റി അന്നത്തെ കാലത്തായതുകൊണ്ട്. പിന്നെ കുറേ സിനിമ ആക്ടേഴ്സിനോട് അഭിനയിക്കാൻ പറ്റി. അവിടെ അന്നൊക്കെ ഈ സിനിമ ടെലിവിഷൻ
എന്നുള്ള ഒരു വേർതിരിവ് അബ്സല്യൂട്ട്ലി കുറവായിരുന്നു. ഒരുപാട് KPSL ചേച്ചി, സുകുമാരി ചേച്ചി, ഫിലോമിന ചേച്ചി, പൊന്നമ്മ ചേച്ചി, മാമുക്കോയ എല്ലാം അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ അഭിനയിച്ചു. തിലകഞ്ചേട്ടനോട് അഭിനയിച്ചിട്ടുണ്ട്. ഉമ്മർ KP ഉമ്മറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് അഭിനയിക്കുന്ന കാലമാണ്. ശിവചേട്ടൻ, അങ്ങനെ കുറേ സീനിയർ ആയിട്ടുള്ള ആൾക്കാരോട് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടായി. അപ്പം നമ്മൾ കുറച്ച് ഡിസിപ്ലിൻഡ് ആയി ശരിക്കും. അന്നത്തെ കാലത്ത് അവരുടെ ഡിസിപ്ലിൻ കണ്ട് അവരെങ്ങനെയാ പെരുമാറുന്നത്, ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ അവരുടെ ലൊക്കേഷനിലൊക്കെ വരുമ്പോൾ പെരുമാറുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ സിനിമകൾ ചെയ്തിട്ടുള്ള ആൾക്കാരെ അവരൊക്കെ. പൊന്നമ്മ ചേച്ചി അല്ലെങ്കിൽ സുകുമാരിയമ്മയൊക്കെ എത്ര വലിയ ഡയറക്ടർ, പക്ഷെ അവരിവിടെ വരുമ്പോൾ ഇവിടെ ടെലിവിഷനിൽ ഡയറക്റ്റ് ചെയ്യുന്ന ആൾക്കാരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയാണല്ലോ. അവർ ഈ ഡയറക്ടറെയും അല്ലെങ്കിൽ സിനിമയിലെ ഡയറക്ടറെ കാണുന്ന ഒരുപോലെയാണ്. അവർ കൂടെ കോ ആർട്ടിസ്റ്റിനെ കാണുന്നത് ഒരുപോലെയാണ്. അല്ലെങ്കിൽ ടെലിവിഷനിലാണ് അഭിനയിക്കുന്നത്, അങ്ങനൊന്നും ഇല്ലല്ലോ. അപ്പം അവരുടെ വിനയം, അവരുടെ പെരുമാറ്റം കണ്ട് നമ്മളത് അതിലേക്ക് നമ്മൾ അബ്സോർവ് ചെയ്യപ്പെടും. നമ്മൾ രൂപപ്പെടുന്ന സമയമാണല്ലോ അത്, തുടക്കകാലമല്ലേ. അപ്പം നമ്മളത് നമുക്ക് പിന്നീടുള്ള യാത്രയിലേക്ക് അത് ഭയങ്കര ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറേ ഇപ്പൊ 10-25 വർഷമായി ശരിക്കും. ഈ സീരിയലില് അഭിനയിച്ച് താരമായതിനു ശേഷം ഈ കൺസൾട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമായിരുന്നു ഞാൻ. ചെയ്തിട്ട് ചെയ്യാൻ പറ്റാതായി. കാരണം വെച്ചാല് ഇപ്പോഴത്തെ കാലത്ത് കുറേ അധികം പേര് എന്നോട് ചോദിക്കും, കണ്ണൂർ ഏതോ ഒരു മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇല്ല. ആര് പറഞ്ഞു ഇല്ലാന്ന്? ഞാനില്ലാന്ന് ഞാൻ പറഞ്ഞ അവർ വിശ്വസിച്ചു. അത് ആ സമയത്ത് പലരും പറയായിരുന്നു. ആലപ്പുഴ ഒരുപാട് ഹോസ്പിറ്റലിൽ ഞാൻ പറയും, മറ്റേ അതിൽ ഡോക്ടർ ഇവിടെ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ പറഞ്ഞു ഇങ്ങനെ ആൾക്കാർ പറയുന്നു. പക്ഷെ അന്നൊരു ചിലപ്പോൾ സമാനമായ പേരുള്ള ആളായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം. അപ്പം അതുകൊണ്ട് ആ സമയത്ത് പിന്നെ നമ്മളെ ആക്സസ് ചെയ്യാൻ പാടായതുകൊണ്ട് ഞാൻ ക്ലിനിക്ക് കിട്ടുന്ന സ്ഥലത്ത് ആൾക്കാർ അന്വേഷിച്ചൊക്കെ വരുമായിരുന്നു. വന്നു കഴിഞ്ഞാൽ പക്ഷെ അവർ വരുന്ന പിന്നെ വൈഫ് ഡെന്റിസ്റ്റ്. അപ്പം അവർക്കൊരു ബാധ്യതയായി. കാരണം ഇവർ വന്നാൽ ഇവരുടെ കാര്യത്തിലൊന്നും ആലിക്കില്ല വരണേ. ഇവർ ചെയറിൽ കയറി ഇരുന്നാൽ പിന്നെ ഇവർ കാര്യമൊക്കെ ചോദിക്കും. നമ്മൾ എന്താ പ്രശ്നം ചോദിക്കുമ്പോൾ ഇവർ മറ്റേ സോഫി എന്തായി ചോദിക്കുന്നു. അപ്പം നമ്മളെ എന്താ സോഫി അങ്ങനെ പിന്നെ അല്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്താ പ്രശ്നം, അല്ല ഇതേ ചെറിയൊരു വേദന ഉണ്ടെന്ന് വീണ്ടും നമ്മൾ തുറന്ന് ഈ സാധനം ഈ മൗത്ത് മിറർ അങ്ങോട്ട് ഇടുമ്പോൾ അയാൾ അല്ല മറ്റേ ആൾക്ക് ശരിക്കും അയാൾ എന്താണ് അയാൾ പ്രശ്നം, ഇങ്ങനെയുള്ള ചില നമുക്ക് അവിടെ ചോദിക്കും. എന്നിട്ട് നമുക്ക് ബുദ്ധിമുട്ടാവും, ബാധ്യത. ഇവർ ഇറങ്ങിപ്പോകാൻ പഠിക്കും, നമുക്ക് പിന്നെ ഇറങ്ങിപ്പോന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമുക്ക് അങ്ങനെയുള്ള ചില പ്രാക്ടീസിന് ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. കാരണം ഇത് ഇന്നത്തെ മാതിരി ഇന്നിപ്പോൾ നമ്മൾ ഈ പിന്നെ എഞ്ചിനീയേഴ്സിനെയും ഡോക്ടേഴ്സിനെയും കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്തിറങ്ങിയിട്ട് ഒരു 20 പേരെ പരിചയപ്പെട്ടാൽ അതിലൊരു 2-3 ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും കാണുമല്ലോ എന്ന് പറയുന്ന പോലെയാണ്. ഇന്ന് നമ്മൾ ഇറങ്ങി പുറത്ത് പോയി ഒരു 50 പേരെ പരിചയപ്പെട്ടാൽ അതിനകത്ത് ഒരു നടൻ ഉണ്ടാവും. ആ ലെവലിലേക്ക് വന്നു അല്ലേ? അല്ലെങ്കിൽ 100 പേരെ പരിചയപ്പെട്ട അവർ നടനുണ്ടാവും. എന്ത് ചെയ്യുന്നു പരിചയപ്പെട്ട കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ ചെറിയ അഭിനയമൊക്കെ ഉണ്ട്, സിനിമകൾ 3 ചെയ്തു, ടെലിവിഷൻ എന്നൊക്കെ പറഞ്ഞ് ഇപ്പം അങ്ങനെ ഉണ്ടല്ലോ. അന്ന് എന്ന് പറയുന്ന പോലെ അന്ന് പക്ഷെ അങ്ങനെ ഇല്ല. വളരെ കുറച്ച് വിരളിൽ എണ്ണാവുന്ന ആക്ടേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഇവർക്കൊരു കാണുമ്പോൾ ഒരു കൗതുകമൊക്കെ അന്ന് ഉണ്ടായിരുന്നു. ശരി, നമ്മളെ കാണുമ്പോഴൊക്കെ ഭയങ്കര ഒരു രസവും കൗതുകമൊക്കെ അന്നുണ്ടായിരുന്നു. ഇന്നും പക്ഷെ ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ, ആക്ടേഴ്സിനെ കാണുമ്പോൾ ഇല്ലെന്നല്ല. പക്ഷെ അതുകൊണ്ട് ഇവർ നമ്മളെ കാണാൻ വരുമ്പോൾ കുറച്ചും കൂടി ഇന്റിമസി ഉണ്ടാക്കും, ഇന്റിമേറ്റ് ആയിട്ട് പെരുമാറിക്കളയും. ചിലപ്പോൾ തോളിലൊക്കെ തട്ടുക. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആൾക്കാർ പേഷ്യൻസ് ഒക്കെ ഇരിക്കുമ്പോഴായിരിക്കും ഒരാൾ ആത്ത് കയറി നമ്മളെ കണ്ട എക്സൈറ്റ്മെന്റിൽ ഒറ്റ അടിയൊക്കെ അടിച്ചപ്പോൾ പുറത്തിരിക്കുന്നത് ആയിരിക്കും. അപ്പോൾ ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ, എപ്പോഴും അത് കിട്ടാതായ സമയത്താണ് പിന്നെ ഞാൻ പ്രാക്ടീസ് കുറച്ച് വേണ്ടാന്ന് വിചാരിച്ചിട്ട് മാറുന്നത്. കാരണം ആ സമയം കൊണ്ട് ഞാൻ ഫുൾ സ്വിങ്ങിൽ ആക്ടറായിട്ട് മാറുകയും ചെയ്തു. ഈ ക്രഷ് ഉണ്ടാവുന്ന സമയമൊക്കെ അപ്പോഴും ഉണ്ടായിരുന്നു? അത് ഉണ്ടായിരുന്നു, അന്ന് ഉണ്ടായിരുന്നു, ഒരുപാട് പേരുണ്ടായിരുന്നു. അത് കുറേ ആൾക്കാർ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരുപാട് പുറകിലല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കുറച്ച് എസ്റ്റാബ്ലിഷ് ആയ സമയത്ത് ഓർക്കുട്ടൊക്കെ വന്നു. അപ്പോൾ ഓർക്കുട്ടൊക്കെ വന്നു തുടങ്ങിയപ്പോൾ അവർ നമ്മൾ ട്രേസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഓർക്കുട്ടിൽ വരും, പ്രണയാഭ്യർത്ഥന വരും, അല്ലെങ്കിൽ പിന്നെ നമ്പർ ചോദിച്ചു വരും, ഒക്കെ സംസാരിക്കും, ചാറ്റ് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറേ അധികം കാലം. ആത്മാർത്ഥത കണ്ടിട്ട് കൈവിട്ട് പോയ സന്ദർഭം അല്ല, അങ്ങനെ ഉണ്ടായിരുന്നു. ഒരാളുണ്ട്, ഒരു കുട്ടി ഉണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ ഈ സാധനം കാണുകയും പിന്നെ വീഡിയോ കാസറ്റ്സേ റെക്കോർഡ് ചെയ്തിട്ട് വെക്കുമായിരുന്നു പോലും. പിന്നെ എന്നോട് പറഞ്ഞാണ് എൻ്റെ സീരിയൽ കണ്ടിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് പിന്നെ VCRലിട്ട് കാണുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് പിൽക്കാലത്ത് എന്നെ പരിചയപ്പെട്ട ശേഷം ഇത് പറയാൻ തുടങ്ങി. അപ്പം ഞാനതൊരു കളവായിട്ട് പിന്നെ നോക്കുമ്പം അവരൊരു ഷെൽഫിൽ ഇങ്ങനെ കുറേ കാസറ്റ്സ് ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുക, റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക അവർ. എന്നിട്ട് റെക്കോർഡ് ചെയ്ത് കാണും എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവരെൻ്റെ ഇപ്പോഴും എൻ്റെ സുഹൃത്താണ് അവർ.
ഓ ഇപ്പോഴും ഒക്കെ വിളിക്കും, ഒരുപാട് തവണ വിളിക്കും. അവർ കല്യാണം കഴിച്ചപ്പോഴും ഹസ്ബൻഡിനോട് ആദ്യം പറഞ്ഞത്ര ഇത് അങ്ങനെയാണെന്ന്. എനിക്ക് ഇത് ഭയങ്കര അവർക്ക് സിനിമാക്കാരോട് അങ്ങനെ ഇല്ല. അവർക്ക് ഇവർ എന്തോന്നോ ഭയങ്കര ഒരു എല്ലാ അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര സിനിമ വാച്ച് ചെയ്തിട്ട് സിനിമയുടെ അങ്ങനെയുള്ള ആളല്ല. പക്ഷേ അവർക്ക് എന്തോ ടെലിവിഷൻ കണ്ടു, പിന്നെ നമ്മൾ ഡോക്ടറാന്ന് പറഞ്ഞിട്ട് യാതൊരു ബന്ധമില്ലാതെ അഭിനയിക്കുകയൊക്കെ ചെയ്തുകൊണ്ടോ ആയിരിക്കാം അവർക്കൊരു. അപ്പം അത് അവർക്ക് അവരിപ്പോഴും വല്ലപ്പോഴൊക്കെ വിളിക്കുകയൊക്കെ ചെയ്യും. ഇവിടെ ഹസ്ബൻഡിന് തന്നെ അറിയാം. ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഈ സെലിബ്രിറ്റി ഇമേജ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? അതായത് മറ്റേ സീരിയൽ നടൻ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്, അല്ല അല്ല കോളേജിൽ പഠിക്കാൻ വന്നിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിരുന്നോ? അത് ശരിക്കും അത് കുറച്ച് പേർക്കേ അറിയുള്ളൂ. കാരണം ആ ഒറ്റ സീരിയൽ അഭിനയിച്ചിട്ടുള്ളൂ നീ. ആ ഞാൻ അഭിനയിച്ച് ടെലികാസ്റ്റ് ചെയ്യുന്നത് എപ്പോഴോ ആണ്. ഞാൻ അവിടെ ജോയിൻ ചെയ്ത ശേഷമാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ആ അപ്പോൾ അവിടെ മലയാളീസാണ് കൂടുതൽ പഠിക്കുന്നത് അവിടെ സേലത്താണേലും. അപ്പോൾ മലയാളീസ് ഇങ്ങനെ പറഞ്ഞു ഇത്. അപ്പം ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോകുന്നത്. ഡിഗ്രിയും കഴിഞ്ഞിട്ട് ഒരു വർഷം PG കഴിഞ്ഞിട്ട് PG തുടങ്ങിയിട്ട് അങ്ങോട്ട്. അപ്പം മൊത്തത്തിൽ അപ്പം തന്നെ അവർക്ക്. അപ്പം ഞാൻ MG കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം എൻ്റെ ജൂനിയറായിട്ട് അഭിനയിച്ച ആൾക്കാർ അവിടെ സീനിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ റാഗിങ് ഒക്കെ ആയിട്ട് അപ്പം അവിടെ ഇത് ആരൊക്കെയോ പറഞ്ഞിട്ടേ പെട്ടെന്ന് അറിഞ്ഞു. ചെറിയൊരു സാധനം എന്നിട്ട് വലിയ സാധനമൊന്നുമല്ല അന്ന്. അപ്പോൾ അതിനകത്ത് അവിടെ കാണാനും പിള്ളേർക്ക് പറ്റുന്ന സമയമല്ലേ, ഇവിടെ ടെലികാസ്റ്റ് ചെയ്ത് പോയല്ലോ, ദൂരദർശനല്ലേ. ആരൊക്കെയോ പറഞ്ഞിട്ട് അറിഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയ സാധനം ഒന്നും ഉണ്ടായിരുന്നു, വളരെ ചെറുത്. സജീവമായിട്ടില്ല, ഒറ്റ പ്രോജക്റ്റിലേ ചെയ്തുള്ളൂ. 6 എപ്പിസോഡ് സാധനം ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത. പക്ഷെ എന്നാലും അഭിനയിച്ച ഒരാൾ വന്നിട്ടുണ്ടെന്നുള്ള സാധനം ഉണ്ടായിരുന്നു. തമിഴിലെ പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ അവർക്കതൊരു കുറച്ചുകൂടെ കൂടുതൽ കൗതുകമാണ് മലയാളത്തെക്കാളും. അങ്ങനെ കുറച്ചൊരു ചെറിയൊരു ഹൈപ്പൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ നമ്മൾ സ്കിറ്റൊക്കെ ചെയ്ത് എല്ലാം 5 വർഷവും ബെസ്റ്റ് ആക്ടറൊക്കെ ആയി കോളേജിൽ പഠിച്ചപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. എപ്പോ മുതലാ ഈ സീരിയൽ വേറെ സിനിമ വേറെ, സീരിയലിൽ അഭിനയിക്കുന്നവർ സിനിമയിലേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ സീരിയലിൽ അഭിനയം കുറച്ച് കൂട്ടി ചെയ്താലോ സീരിയലിൽ വർക്ക് ആവുള്ളൂ, ഈ വേർതിരിവൊക്കെ ശരിക്കും എപ്പോ മുതലാ വന്നു തുടങ്ങിയ സീരിയലിൽ? ഒരുപാട് പേര് ഇപ്പം ഞാൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്ന പ്രൊജക്റ്റിൽ സ്ത്രീജന്മ ഞാൻ പറഞ്ഞല്ലോ ഡോക്ടറായിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഞാൻ ആണ് സെൻട്രൽ ക്യാരക്ടർ. ഞാനന്ന് ഒരു 3 ഹീറോയിൻസ് മാറിയാണ്. അതൊന്ന് എൻ്റെ കുഴപ്പമുണ്ട് മാറിയല്ലോ കേട്ടോ. അങ്ങനെ ഇത് മാത്രം കണ്ടു. അതിനകത്ത് ആദ്യം അഭിനയിച്ച രേഖ എന്ന് പറഞ്ഞിട്ടൊരു ഉദ്യാനപാലയിൽ അഭിനയിച്ചൊരു അവർ മരിച്ചുപോയി, അവരായിരുന്നു. രണ്ടാമത് ചിപ്പി ആയിരുന്നു അഭിനയിച്ചത്. ചിപ്പി ആയിരുന്നു എൻ്റെ ഹീറോയിൻ അഭിനയിച്ചത്. അത് കഴിഞ്ഞ് ചിപ്പി മാറിയപ്പോൾ മീനാകുമാരി എന്നിട്ട് ഒരാൾ വന്നു. ചിപ്പി ആയിരുന്നു എൻ്റെ ഹീറോയിൻ ചെയ്യുമ്പം. അന്നേരം അനൂപ് മേനോനൊക്കെ കോമ്പയർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അനൂപ് വന്നിട്ട് അതിനകത്ത് പിന്നീട് അഭിനയിക്കാൻ വന്നു. രണ്ടാമത് ശാലുവിൻ്റെ ഹീറോ ആയിട്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അനൂപ് അന്ന് പിന്നെ ജയൻ എല്ലാവരും ഇവരൊക്കെ ആ സമയത്ത് ടെലിവിഷനിൽ അഭിനയിക്കുമെങ്കിലും ടെലിവിഷനിൽ നിന്ന് നല്ല ആക്ടേഴ്സിനെ അന്ന് ഞാൻ നല്ല ആക്ടറായിട്ടല്ല കിട്ടാൻ നമുക്ക് ഭാഗ്യം. ചില ആൾക്കാരെ അങ്ങ് പിക്ക് ചെയ്യുമായിരുന്നു സിനിമയിലേക്ക്. അപ്പോൾ ഒരു അങ്ങനെ ടെലിവിഷനിൽ അഭിനയിക്കുന്ന ആളാണ്, അതുകൊണ്ട് സിനിമ വേണ്ടാന്നുള്ള സാധനം ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. പിന്നീട് ഈ മെഗാ സീരിയലിൻ്റെ ഒരു പ്രളയം വന്നല്ലോ. ഡെയിലി എപ്പിസോഡ്സ് വന്നു. അപ്പോൾ 600 എപ്പിസോഡ് 1000 എപ്പിസോഡ്സൊക്കെ പോകുന്നു എന്ന് പറയുമ്പോൾ സിനിമയുടെ ഒരു ഞാൻ മനസ്സിലാക്കിയതാണ് അവരുടെ ഭാഗത്തുനിന്ന്. ഇപ്പോൾ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ അതിൻ്റെ നമ്മുടെ ഇവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള ഒരുപാട് ആൾക്കാരൊക്കെ ഇപ്പോൾ ഇന്ന് മെയിൻ ഡയറക്ടേഴ്സായിട്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് സിനിമയിലൊക്കെ. അപ്പോൾ അവരോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറയുന്ന മറുപടി ഇതാണ്, അത് ഒരുപാട് എക്സ്പോസ്ഡായി നിങ്ങൾ എല്ലാ ദിവസവും കണ്ട് പിന്നെ അതൊരു പുതുമയില്ല എന്ന് പറയും. പക്ഷെ അതിലെത്രമാത്രം സത്യവും കൗതുകമുണ്ടെന്ന് നമുക്കറിയാൻ പാടില്ല. അങ്ങനെയെങ്കിൽ 80കൾ മുതൽ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. അവരുടെ പരസ്യങ്ങളുണ്ട്, അവരുടെ റൈറ്റപ്സ് ഉണ്ട്, സോഷ്യൽ മീഡിയയിൽ എന്നും ഉണ്ട്. അങ്ങനെ ഒരു എക്സ്പോഷറിൻ്റെ വിഷയമൊന്നുമല്ല, എന്തോ ടെലിവിഷൻ്റെ ഭാഷ്യമല്ല സിനിമയുടെ എന്ന് തോന്നുന്നുണ്ടായിരിക്കാം ഇപ്പോൾ അധികം പേര് ടെലിവിഷൻ സിനിമയിലേക്ക് വരുന്നില്ല മുമ്പത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ചിലരൊക്കെ വരുന്നുണ്ട് താനും, വളരെ അനൂപനും ജയൻ ചേർത്തലയ്ക്കൊക്കെ ഉണ്ടായ ഒരു അപ്ഗ്രേഡ് ഉണ്ടല്ലോ സിനിമയിലേക്ക്, അതെന്തുകൊണ്ടാ ഷാജേട്ടൻ സംഭവിക്കാതിരുന്നത്? അത് ഞാൻ അന്നും ശ്രമങ്ങളുടെ ഒട്ടും ജയൻ അന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ എല്ലാവരും അവർക്ക് ഇതിനോടൊപ്പം അവരുടെ ലക്ഷ്യം തന്നെ സിനിമ ടാർഗറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. ഞാൻ പക്ഷേ ആ അവസരങ്ങളിൽ അങ്ങനെ അങ്ങ് ഇതായിപ്പോൾ. പക്ഷെ മമ്മൂക്കയായിട്ട് ഞാൻ ഭയങ്കര ബന്ധമായിരുന്നു ആ സമയത്ത്. മമ്മൂക്കാണുള്ള പ്രൊഡ്യൂസർ. നമുക്ക് അങ്ങനെ വലിയ ഇഷ്ടമായിരുന്നു, വലിയ കാര്യമായിരുന്നു. ഇപ്പോഴും ഞാൻ നമുക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ മറുപടി അയക്കും. പക്ഷെ ഞാൻ പറയുന്നത് അതെനിക്ക് വേണ്ട തരത്തിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ചൊരു ഈ കാര്യമൊക്കെ പറഞ്ഞ് കുറച്ചൊരു ഇൻട്രോവേർട്ട് കക്ഷിയാണ്. നമ്മളൊരു ലൊക്കേഷനിൽ പോയി അയാളെ കാണുക, ഒരവസരം ചോദിക്കാമെന്ന് പറയുമ്പോൾ നമ്മൾ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ. പിന്നെ അതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാനിത് അങ്ങനത്തെ ഒരു അവസരം അന്വേഷിക്കലിൽ ഞാൻ കുറച്ച് കുറവായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും നല്ല അടുപ്പം അന്ന് ഉണ്ടായിരുന്നു മമ്മൂക്കായിട്ട്. എനിക്ക് ഉള്ള അനുഭവം എന്ന് വെച്ചാൽ ഞാൻ ഡബ് ചെയ്തുകൊണ്ടിരിക്കുക മമ്മൂക്കയുടെ മെഗാബൈറ്റ് സ്റ്റുഡിയോയിൽ. അങ്ങോട്ട് തിരിഞ്ഞ് ആണ് സൗണ്ട് റെക്കോർഡിസ്റ്റ് ഇരിക്കുക. സാധാരണ നമ്മൾ ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ റെക്കോർഡിസ്റ്റിനെ കാണാൻ പറ്റും, ഇങ്ങനെ കാണാൻ പറ്റും.
ഈ മെഗാബൈറ്റ്സിൽ നേരെ സ്ക്രീൻ വെച്ച് ഞാൻ ഇങ്ങനെ തിരുന്ന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സാധാരണ റെക്കോർഡിസ്റ്റ് എന്തെങ്കിലും തമാശയൊക്കെ പറഞ്ഞ് ഭയങ്കര രസമായിട്ട് ഡബ് ചെയ്യുക. അന്ന് കുറച്ചൊന്നും പറയുന്നില്ല ഞാൻ ഇങ്ങനെ സീരിയസ് ആയിട്ട് പറഞ്ഞു അടുത്ത ചെയ്യാം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡബ്. അപ്പോൾ ഞാൻ കുറച്ച് എന്ത് പറ്റിയെന്ന് തിരിഞ്ഞപ്പം മമ്മൂക്ക തൊട്ടടുത്തിരിപ്പുണ്ട്, റെക്കോർഡിസ്റ്റിൻ്റെ അടുത്തിരിപ്പുണ്ട്. എൻ്റെ ലൈഫ് ടൈമിൽ ഞാൻ ആദ്യമാണ് ആ മനുഷ്യനെ കാണുന്നത്. ഞാൻ ഒറ്റ എഴുന്നേറ്റ് വിളിച്ചു, ആടെയും എഴുന്നേറ്റ് കസേരൻ. ആ പുള്ളി അങ്ങ് പോയി. ഞാൻ ചോദിച്ചു എപ്പോൾ വന്നു? പുള്ളി ഒരു 1.5-2 മിനിറ്റായി കണ്ട് പുള്ളി എടുത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ അന്തം വിട്ടുപോയി. എല്ലാം പറഞ്ഞു വെച്ചാൽ അതൊന്നും വേണമെന്ന് പോയി. അപ്പോൾ അവിടെ നിന്ന് അതിന് ശേഷം ഞാൻ പിന്നെ ഇബ്രാഹിം കുട്ടിയൊക്കെ ആയിട്ടൊക്കെ ഞാൻ നല്ല അടുപ്പാണ്, ഇപ്പോഴും ഫാമിലിയായിട്ടും അടുപ്പാണ്. മമ്മൂക്കയുടെ ഉമ്മയായിട്ടൊക്കെ ഞാൻ ഫാമിലിയായിട്ട് ഞാൻ കാണുമ്പോൾ പോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഭയങ്കര അടുപ്പായിരുന്നു ആ സമയത്തും. പിന്നെ എല്ലാവരുമായിട്ടും പിന്നെ സുൽഫത്തായിട്ടൊക്കെ ഇത്തായിട്ടൊക്കെ വലിയ അടുപ്പാണ്. പക്ഷെ പിന്നെ അത് നമ്മൾ വേണ്ട വിധത്തിൽ അതൊന്നും എനിക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴും അടുപ്പമുണ്ട്. ഞാൻ ഭാസ്കർ ദാസ് അഭിനയിക്കാൻ പോയത് പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ പോയി. ഭയങ്കര കാര്യമുണ്ട്, ഭയങ്കര സ്നേഹമുള്ളൊരു മനുഷ്യനാണ്, മനസ്സിലായില്ലേ. അപ്പോൾ അന്ന് ഞാനിങ്ങനെ അപ്പോഴും നമ്മളൊരു സിനിമയിലൊന്നും അല്ലല്ലോ, അപ്പം നമുക്ക് ഒരു അന്യത ബോധം ഉണ്ടാവും ഇപ്പോഴും. എല്ലാവരും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഒരു ചെറുതാണെന്ന് നമുക്കിങ്ങനെ അറിയാൻ തോന്നിപ്പോകും. അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പുള്ളി, അപ്പോൾ പുള്ളിയുടെ കൂടെയുള്ള സലാം മേക്കപ്പ് മാനും പിന്നെ എല്ലാവരും ജോർജൊക്കെ നമ്മളെ അന്ന് മൂലം അറിയുന്ന ആൾക്കാരാണ്. പുള്ളി കാരവണിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരുപാട് പേര് നിൽപ്പുണ്ട്, ഒരു സീനിയർ സൈഡായിട്ട് നിൽപ്പുണ്ട്. ഞാൻ നിൽക്കുമ്പോൾ എന്നെ വിളിച്ചു അതെന്ന് പറയും. അപ്പോൾ സലാം പറഞ്ഞത് ഞാൻ കാണാൻ നിൽക്കാമെന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ കൊടയെ കയറ്റി കൊണ്ടുപോയി. സ്ക്രിപ്റ്റൊക്കെ വായിച്ചു തന്നിട്ട് ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. പക്ഷെ എനിക്കെന്തുകൊണ്ടോ അത് പലപ്പോഴും അത് ഉപയോഗിക്കുന്ന പോലെ തോന്നുന്നു വെച്ചിട്ട് അത് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അത് കൺവേർട്ട് ചെയ്യാനാണ്. പക്ഷെ അത് എപ്പോഴും പുള്ളി പക്ഷെ പറഞ്ഞ തിരിച്ചാണ്, ഡ്രൈവ് ഉണ്ടാവണം, അവസരം ചോദിക്കണം. ഞാൻ തന്നെ അവസരം ചോദിക്കുന്നില്ല, പിന്നെ എന്താ നിങ്ങൾക്ക് ചോദിക്കും, കറക്റ്റാണ്. പക്ഷെ എന്തോ എപ്പോഴും എനിക്ക് നമുക്കൊരു ചെറിയൊരു ഒരു ചോദിക്കുമ്പം അങ്ങനത്തെ സാധനം കൊണ്ട് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അതിനുശേഷം ഏറ്റവും കൂടുതൽ നടന്മാരെയും സംവിധായകരെയും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തത് മമ്മൂക്കയാണ്. അപ്പോൾ നമുക്ക് പലരും നമ്മുടെ അടുത്ത് പറയും, എല്ലാവരും ഇബ്രാഹിം പറയും ഇപ്പോൾ സംസാരിക്കാതെ നമ്മൾ പക്ഷേ എപ്പോഴും പോയി ലൊക്കേഷനിൽ പോയി കണ്ട് പറയണം എന്നൊക്കെ ഉള്ള ആ പടം ചെയ്തപ്പോൾ നല്ല ആ പടത്തിൻ്റെ പേര് ഭാസ്കർ ദ റാസ്കൽ എന്നാണ്. ശരിക്കും പുള്ളീനെ ആരും ആ കഥാപാത്രത്തെ റാസ്കൽ എന്ന് ആരും വിളിക്കുന്നില്ല, ആ ടൈറ്റിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാനാണ് വിളിക്കുന്നത്. ഞാനൊരു മീറ്റിംഗ് ഇരിക്കുമ്പോൾ ഇഷാ തലവാറിൻ്റെ ഓപ്പോസിറ്റ് കറക്റ്റാണ് ചെയ്തത്. ഒരു ചെറിയൊരു സിറ്റുവേഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് പുള്ളി തെറ്റിദ്ധരിച്ചിട്ട് പുള്ളി വീട്ടിൽ നിന്ന് പിന്നെ വലിയ ഇഷ്യൂ ആകുമ്പോൾ പുള്ളി പറയും ഞാൻ അയാൾക്ക് സംസാരിച്ചിട്ട് ഞാൻ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇയാൾ വരുന്ന കഴിക്കുക മീറ്റിങ്ങിനായിട്ട് ഇടിച്ച് കയറി വരുമ്പോൾ ഞാൻ പറയും യു ഗെറ്റ് ഔട്ട് റാസ്കൽ എന്ന് പറയും. അപ്പോൾ പുള്ളി അപ്പോൾ തമാശയ്ക്ക് പറയും നിങ്ങൾ ക്യാമറ കാണിച്ച് എന്നെ തന്നെ ഈ റാസ്കൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത്ര സ്നേഹവും അടുപ്പുള്ള. പക്ഷെ എനിക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല. അതന്നും പറ്റിയില്ല, ഇന്നും പറ്റിയില്ല. അതെൻ്റെ പ്രശ്നമാണ്. അത് ചില ആൾക്കാർക്ക് ഒരു ഡ്രൈവിൻ്റെ പ്രശ്നമാണത്. കൺവേർട്ട് ചെയ്യണം, നേരത്തെ പറഞ്ഞ പോലെ. മുതലാളിയാവാം, അതെങ്ങനെയാ തീരുമാനിച്ചത്? അല്ല, പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ മുതലാളിയാണ്. നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ടെലിവിഷനിലേക്ക് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ അതൊരു മനസ്സിൽ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ശരിക്കും പ്രൊഡ്യൂസറാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പല കഥകളും അത്യാവശ്യം വായനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പല കഥകളൊക്കെ ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു പ്രൊഡക്ഷൻ ചെയ്തു. അപ്പോൾ മാധവൻകുട്ടി സാറ് തന്നെ സൂര്യ ടി വിയിൽ ഫിക്ഷൻ ഹെഡായിട്ടിരിക്കുന്ന സമയത്ത് പുള്ളി എനിക്ക് ചാർജ് എടുത്ത സമയത്ത് പുള്ളിക്ക് എന്നെ വലിയ വാത്സല്യമുള്ള ആളാണ്. ഞാൻ പുള്ളിയാണല്ലോ എന്നെ കൊണ്ടുവന്നത്. അപ്പോൾ എന്നോട് പുള്ളി ചോദിച്ചു ഷാജു ഒരു പ്രൊഡക്ഷൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാർ എനിക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നെടുമുടി വേണിച്ചേട്ടനുണ്ടല്ലോ, വേണിച്ചേട്ടന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ അധികം സിനിമകൾ ചെയ്യേണ്ടാന്ന് തീരുമാനിച്ച സമയത്ത് വേണിച്ചേട്ടൻ്റെ ഒരു കഥ, ഒരു റിട്ടയർഡ് ജഡ്ജി, അതായത് ഭയങ്കര പ്രബലനായ ഒരു ജഡ്ജി റിട്ടയർമെൻറ്റിൻ്റെ നെക്സ്റ്റ് ഡേ സീറോ ആവുമല്ലോ. അപ്പോൾ അയാളുടെ കർക്കശക്കാരനായ അയാളുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ സറ്റയറായിട്ടൊരു ഹ്യൂമർ സാധനം ചെയ്യാമെന്നുണ്ട്. അങ്ങനെ ഞാൻ വേണിച്ചേട്ടനെ പോയി കണ്ട് സംസാരിച്ചു. കൃഷ്ണ പൂജപ്പുരയായിരുന്നു സ്ക്രിപ്റ്റ്. ഞങ്ങൾ പോയി, മാധവൻകുട്ടി സാറുമൊക്കെ പോയി സംസാരിച്ചു. അരിസ്റ്റോ സുരേഷ് അയാളുടെ ഗുമസ്തൻ, അങ്ങനെ അവർ രണ്ടുപേരും ബേസ് ചെയ്തിട്ടൊരു കഥ നമ്മളുണ്ടാക്കി. പുഷ്പക വിമാനം എന്നായിരുന്നു എൻ്റെ പേര്, ടൈറ്റിൽ. അപ്പോൾ നമ്മൾ ആ ചാനലിന് വേണ്ടിയിട്ട് ഈ പ്രൊജക്റ്റ് ചെയ്തു. ഒരു 8-9 എപ്പിസോഡ്സ് ചെയ്തു. കുറേ പൈസ ചിലവായി. വേണിച്ചേട്ടൻ നന്നായിട്ട് സഹകരിച്ചു. അപ്പോൾ വേണിച്ചേട്ടൻ അന്നത്തെ ഹെൽത്ത് പ്രശ്നമായിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പോൾ പുള്ളിക്കൊരു ഈ ആദ്യത്തെ പ്രോജക്റ്റ് ഞാൻ പറഞ്ഞില്ല, അന്ന് പറഞ്ഞു പറഞ്ഞില്ല, അന്ന് മുതൽ തുടങ്ങിയ ഒരു സൗഹൃദവും വളർച്ച. പിന്നെ 3-4 പ്രോജക്റ്റുകൾ ഞാൻ പുള്ളിയുടെ കൂടെ പുള്ളിയുടെ മകനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വേറൊരു ഷോർട്ട് സിനിമ ഞങ്ങൾ അച്ഛനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല അടുപ്പമുണ്ട്. അപ്പോൾ പുള്ളി അങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇരുന്ന സമയത്ത് അത് ടെലികാസ്റ്റ് എൻ്റെ ഒരു ചെറിയ ഇഷ്യൂ വന്നു.
വന്നപ്പോൾ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ശരിക്കും. ഓ അതിന് ഇപ്പോഴും ചെറിയ കയ്യിലുണ്ടോ? ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അത്രയും ഒരു 8-9 എപ്പിസോഡ്സ് ഷൂട്ട് ചെയ്ത സാധനം എൻ്റെ കയ്യിലുണ്ട്. ആ റഷ് എൻ്റെ ഹാർഡ് ഡിസ്കിലുണ്ട്. പക്ഷേ അത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന് കുറേ റീസൺസ് ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ സാറ് മാറി, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നു. അതുമാത്രമല്ല, പിന്നെ അത് ടെലികാസ്റ്റ് ചെയ്യാത്തതിൽ എനിക്ക് ഭയങ്കര മാനസിക വിഷമം, സംഘർഷം, ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടായി. രണ്ടാമത് നമ്മുടെ ആദ്യത്തെ പ്രൊജക്റ്റ് ഓൺ എയർ പോയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഫെയിലിയർ ആയല്ലോ. അതിൻ്റെ ഭയങ്കര സങ്കടം നമുക്കുണ്ടായിരുന്നു. എത്ര റുപ്യയുടെ നഷ്ടം? അതൊരു 10-28 ലക്ഷം രൂപയുടെ ഒരു നഷ്ടം വന്നു നമുക്ക്. അബ്സല്യൂട്ടായിട്ട് പോയി. ആ പൈസ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പോയി. അപ്പോൾ ഡെഡ് മണി ആയിട്ട് ലോസ്റ്റ് ആയി. കാരണം അത് പിന്നെ ഒരു ഹാർഡ് ഡിസ്കിലേക്ക് ഒതുങ്ങിയല്ലോ ആ എഫേർട്ട് മൊത്തം. അതിപ്പോഴും കയ്യിലുണ്ടല്ലേ? ഇപ്പോഴും ഉണ്ട് അത്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അതിങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള ഒരു മാനസിക സംഘർഷമൊക്കെ വന്നു. പിന്നെ വേണിച്ചേട്ടൻ്റെ ഹെൽത്തിൻ്റെ പ്രശ്നം പിന്നെ വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു. അപ്പോൾ വേണിച്ചേട്ടൻ എപ്പോഴും പറയുമായിരുന്നു എന്നോട്, ഷാജു ഞാനൊന്ന് ശരിയാവട്ടെ, നമുക്ക് ബാക്കി ചെയ്യാം, വേറെ ചാനലിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടോ അത് പിന്നെ വേണിച്ചേട്ടൻ അങ്ങനെ ഹെൽത്ത് മോശമായി പിന്നെ തിരിച്ചു വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാൻ പിന്നെ അപ്പോൾ ഞാനും മനസ്സുകൊണ്ട് വിചാരിച്ചു അത് വേണിച്ചേട്ടൻ ചെയ്യാൻ ആഗ്രഹിച്ചൊരു ക്യാരക്ടറായിരുന്നു. വേണിച്ചേട്ടൻ പറയുമായിരുന്നു രസമാണ്, പുള്ളീനെ അധികം അലച്ചിലൊന്നുമില്ല ചെയ്യാൻ, പുള്ളി നന്നായിട്ട് ചെയ്തിട്ടില്ല, ഭയങ്കര രസമായിട്ടേ, പഴയ ഓടരുതമ്മാവ് ആളറിയാം എന്നൊക്കെ പറയുന്ന പോലത്തെ ജഡ്ജായിരിക്കുമ്പോൾ ഒരാളും റിട്ടയർമെൻറ്റ് കഴിഞ്ഞപ്പം ശക്തി മൊത്തം പോയിട്ട് ആരും മൈൻഡ് ചെയ്യാത്ത, ഈ കോളനിക്കകത്ത് നടക്കുമ്പോൾ മൈൻഡ് ചെയ്യാത്ത, ഭയങ്കര രസമായിരുന്നു. നമ്മൾ കണ്ട ചിരിച്ച് അങ്ങനത്തെ ഒരുപാട് നല്ല രസമായിട്ട് ചെയ്തതാണ്. പിന്നെ നമുക്കൊരിക്കലും അത് വേറെ ആളെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പുള്ളിയുടെ കഥാപാത്രവും പുള്ളിയുടെ കഥയും ഒക്കെ ആയിരുന്നല്ലോ, കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പിന്നെ ഞാനത് വല്ലാണ്ട് ശ്രമിച്ചതുമില്ല. വേറെ ചാനൽസിലേക്ക് വേണമെങ്കിൽ നോക്കുമ്പോൾ ശ്രമിച്ചതുമില്ല. ഈ ശരീര സംരക്ഷണം, അതായത് നമ്മൾ എപ്പോഴും യങ് ആയിട്ടിരിക്കുക, എപ്പോഴും ട്രെൻഡിനൊപ്പം ഇരിക്കുക, അതിന് കോൺഷ്യസ് ആയിട്ട് എഫേർട്ട് എടുക്കുന്നുണ്ടോ? എൻ്റെ ഫാദറൊക്കെ ഞാനിപ്പോൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ടാവും. ഇപ്പോഴും ഉണ്ട്. അതൊക്കെ ഉണ്ട്. പക്ഷേ അത് റെഗുലർ അല്ല. ഇപ്പം തന്നെ പറയുമ്പം എനിക്ക് 4 ആഴ്ചയുണ്ടായി. കാരണം പല കാരണങ്ങളുണ്ടെങ്കിൽ ജിമ്മിലൊന്നും പോകാൻ പറ്റില്ല. ഇനി ഒരു 2 ആഴ്ച, ഒരു 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പോയിട്ട്, അങ്ങനെ റെഗുലർ അല്ലെങ്കിൽ പോലും അതൊക്കെ ചെയ്യും. പിന്നെ ഒരു ഫാദറൊന്നും അങ്ങനെ ഭയങ്കര പെട്ടെന്ന് ഏജ് പറയാത്ത ഒരു ഭാഗ്യം കിട്ടിയതുകൊണ്ടാണ് ശരിക്കും. ഏജ് അത്യാവശ്യം ഉണ്ട്, പക്ഷേ അങ്ങനെ പെട്ടെന്ന് പക്ഷേ അങ്ങനെ പെട്ടെന്ന് പറയില്ല. നല്ല പ്രായമുണ്ട് നല്ല പ്രായമുണ്ടെനിക്കുന്നു. അത് വെളിയിൽ കണ്ടാൽ മനസ്സിലായിട്ടാണ്. ഡൈ എങ്ങനെ നിർത്തുന്ന ഒരു കാലം വരുമ്പോഴാണ് അതിന്റെ ഒരു റിസ്ക് നമ്മൾ മനസ്സിലാക്കുക. മൊത്തത്തിലല്ല, എല്ലാം നീ പൊളിച്ച അങ്ങനല്ല, എന്നാലും നരയുണ്ട് അത്യാവശ്യം. ബാലനര എന്നൊക്കെയാണ് നമ്മൾ തന്നെ പറയാം. ഒരു ആലങ്കാരികമായിട്ടേ ബാലന്മാർക്കുണ്ടാവുന്ന നരയാണ്. ചെറിയ നരയൊക്കെ ഉണ്ട് എവിടെയൊക്കെ. അത് പിന്നെ നമ്മൾ മറച്ചു വെക്കുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ ഉള്ളിൽ യുവാവായിട്ടിരിക്കണമല്ലോ, അതങ്ങനെ ഇരിക്കണം. അതിനെന്താ ചെയ്യുന്നത്? അതിന് നമ്മൾ നമ്മുടെ ജീവിത രീതികളെ പറ്റി നമ്മൾ എപ്പോഴും ജോവിയലായിട്ടിരിക്കുക എന്നുള്ള സമ്പ്രദായമുണ്ട്. ഞാൻ അത്യാവശ്യം ദേഷ്യമൊക്കെ വരുന്ന, പക്ഷെ എന്നാൽ പോലും ബാക്കിയുള്ള മാക്സിമം ടൈം നമ്മൾ, പക്ഷെ ഇപ്പം അങ്ങനെ കുറച്ച് കുറവുണ്ട് കേട്ടോ. നമ്മൾ ഈ പ്രൊഡക്ഷൻ ആരംഭിച്ചതിന് ശേഷം നടനായിരിക്കുന്ന കാലത്തൊക്കെ എന്തിനാണ് അവിടെ 2 നാരങ്ങ പിഴിയുന്നത്, 1 നാരങ്ങ പിഴിഞ്ഞപ്പോ? അങ്ങനെയല്ല, അത് നമ്മൾ ശരിക്കും നമ്മൾ ചോദിക്കില്ല. പക്ഷേ നമ്മൾ നടനായിരുന്നുകൊണ്ട് അന്ന് നാരങ്ങ പിഴിയാത്തത് കാരണം അന്നത്തെ പ്രൊഡ്യൂസേഴ്സിന് നമ്മൾ ഉള്ളിൽ പറഞ്ഞ കുറ്റങ്ങളുണ്ടല്ലോ, അത് അറിയാവുന്നതുകൊണ്ടും മറ്റുള്ളവർ എങ്ങനെയാണ് അത് പറയുന്നതെന്ന് അറിയാവുന്നതുകൊണ്ടും നമ്മൾ നാരങ്ങയൊക്കെ ആവശ്യമായിട്ട് മേടിച്ചു കൊടുക്കും. അതൊക്കെ ചെയ്യും. പിന്നെ പ്രൊഡക്ഷൻ ഏത് ഏരിയയിലാണ് പിടിക്കുന്നത്? ചെലവ് ചുരുക്കല് അത്ര സാധ്യല്ല. മുമ്പത്തെ കാലം ചാനൽസിന്റെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇപ്പോൾ ഉണ്ട്. പ്രൊഡക്ഷന്റെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊജക്റ്റ്, നമ്മൾ ചെയ്യുന്ന പിന്നെ ഷോ നോക്കുന്നതിന് വേണ്ടി ചാനലിന് ഡെപ്യൂട്ടർ ആയിട്ടുള്ള ഒരാളുണ്ടാവും, ഓരോ ഷോയ്ക്കും ഒരാളുണ്ടാവും. അപ്പോൾ അവർക്ക് അറിയാം, എല്ലാം അറിയുന്നവരാണ് അവർക്കറിയാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ലൊക്കേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ എടുക്കുകയാണ്, അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഗുദാമിൽ കൊണ്ട് അല്ലെങ്കിൽ വേറെങ്കിലും ഒരു പന്ന സ്ഥലത്തിട്ടിട്ട് ചെയ്താൽ ടെലികാസ്റ്റ് ചെയ്യവരെല്ലാം അവർ കാണുമ്പോൾ അത് പ്രോപ്പർട്ടി ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ അന്നേരം വിളിക്കും. അതെന്താ പറയുക, പ്രോപ്പർട്ടി നിങ്ങൾ ഭയങ്കര കച്ചറ സാധനങ്ങളൊക്കെയാണല്ലോ വെച്ചേക്കുന്നത് എന്ന് കൃത്യമായി പറയും. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇൻറ്റഗ്രിറ്റി കളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും നന്നായി കാര്യങ്ങൾ ചെയ്യും. ഇനി എപ്പോഴാണ് സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്? സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വർഷം ഒരല്പം ട്രൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. പലരും മോട്ടിവേറ്റ് ചെയ്തിട്ട് നമ്മളെ. കാരണം നമ്മൾ അതുകൊണ്ട് ഞാൻ ചില ചാൻസ് ചോദിപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്തായിരിക്കും ഉദ്ദേശിക്കുന്ന? ആൾക്കാരൊക്കെ ഇനി പറയുമ്പോൾ സാധാരണ എൻ്റെ സുഹൃത്തുക്കളൊക്കെ സിനിമയിലുള്ളവരെ വിളിച്ചാൽ ഫോൺ എടുക്കും.
കാരണം ഞാൻ ഒരിക്കലും അത് പറയാറില്ല. ആ. വിളിച്ചെറിഞ്ഞ എടുത്തിട്ട് അപ്പോൾ വേറെ പല കാര്യങ്ങൾ പറയാനൊക്കെ വിളിക്കുന്നുണ്ട്, എടുക്കും. ഇപ്പം ഞാനിനി സിനിമയിലേക്ക് ചാൻസ് ചോദിക്കാൻ തീരുമാനിച്ചു എന്ന സ്ഥിതിക്ക് ഉം. ഇനി അതും കൂടെ എടുക്കേണ്ട അവസ്ഥയാകും വിഷ്ണുവിനെ. കാരണം അതുകൊണ്ട് ഞാൻ അങ്ങനെയല്ല, ചെറുതായിട്ടൊക്കെ ഒരു ശ്രമം നടത്താം എന്ന് വിചാരിച്ചിരിക്കുക. ഇപ്പൊ ഞാൻ അവസാനമായിട്ട് ചോദിച്ചോട്ടെ, ഇപ്പൊ സീരിയലിലായതുകൊണ്ടേ അവസാന നിമിഷം വേഷം നിഷേധിക്കുക അല്ലെങ്കിൽ അവഗണിക്കപ്പെടുക അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ എനിക്ക് അങ്ങനെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പക്ഷെ ചില സുഹൃത്തുക്കളോട് സംസാരിക്കുമ്പോൾ ഉം. അവർ പറഞ്ഞിട്ടുണ്ട്, ഇല്ലാന്നും പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ട് അതൊക്കെ പണ്ടായിരുന്നു ഷാജി, ഇപ്പം ഇല്ലാന്ന് പറയുന്നുണ്ട്. ചിലർ പറയുന്നുണ്ടാവും നമ്മളത് ഒരു ക്യാരക്ടറിനെ അങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചു. എപ്പോഴാണ് പിന്നെ ലാസ്റ്റ് മൊമെന്റ് ഡിസ്കഷനിലേ ടെലിവിഷൻ്റെ ഒരു ഹിസ്റ്ററി കിടക്കുന്ന കാരണം അതുകൊണ്ട് വർക്കൗട്ട് ആയില്ല, ഇങ്ങനെ വരുന്ന ആൾക്കാരുണ്ട്. ഓ. തിരിച്ച് പല അങ്ങനെയൊന്നുമില്ല, അതൊക്കെ പണ്ടല്ലേ, ഇപ്പോൾ അതൊന്നുമില്ല എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പം നമുക്കിതിനകത്ത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നേരത്തിന് ഒരുപാട് നന്ദി. നല്ല നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.